നമ്മളൊക്കെ വിചാരിച്ചു SRH ഈ പ്രാവശ്യം തകർക്കും. ബോളർമാർക്ക് എന്തായാലും അവരോട് കളിക്കുമ്പോൾ ഒരു ശവപ്പറമ്പായിരിക്കും. അങ്ങനെയാണ് ഇങ്ങനെ ഫയറാണ് നോക്കുമെങ്കിൽ ആ ബാറ്റിംഗ് ലൈനപ്പ്. എന്നാ പെർഫോമൻസ് പുറത്തോട്ട് വരുമ്പോൾ ഫ്ലവറിന്റെ പെർഫോമൻസ് ആണ് ഈ പ്രാവശ്യം എന്തായാലും പുറത്തേക്ക് വന്നെന്ന് പറയേണ്ടിയിരിക്കും. വളരെ ദയനീയമായ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് 9 റൺസിൽ 3 വിക്കറ്റ് നഷ്ടമാകും. അതും പ്രത്യേകിച്ച് ഈഡൻ ഗാർഡൻ ബോർഡിലെ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയ ഒരു പിച്ച്. ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ വളരെ വലിയ ഗ്രൗണ്ട് ഒന്നുമല്ല, വളരെ ചെറിയ ഒരു ഗ്രൗണ്ടിൽ അവര് 9 റൺസിന് 3 വിക്കറ്റ് നഷ്ടമാക്കി കളയും. SRHന്റെ ബാറ്റിംഗ് ഗുണ്ടകളുടെ പെർഫോമൻസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ട്രാവൽസ് ഉണ്ട് വലിയ ഞാൻ കുറ്റം പറയുന്നില്ല. ആദ്യത്തെ കളിയിൽ 67, 47, 22, 4. എന്നാൽ നമ്മുടെ കൺസേൺ അഭിഷേക് ശർമ്മ എന്ന ഇന്ത്യയുടെ 2020 ഓപ്പണറാണ്. ആദ്യത്തെ മത്സരത്തിൽ 24, രണ്ടാമത്തെ മത്സരത്തിൽ 6, മൂന്നാമത്തെ മത്സരത്തിൽ 1, ഇന്നത്തെ മത്സരത്തിൽ 2 റൺസ്. ഇഷാൻ കിഷൻ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറാണ്. നമ്മളെല്ലാവരും അയ്യോ എന്നാ പെർഫോമൻസ് ആയിരുന്നു, കമാൽ തിരിച്ചു വന്നു, സൂപ്പർ പെർഫോമൻസ്, ഒരു ടീമിലേക്ക് തിരിച്ചു വരും, ഇനി സഞ്ജു സാംസൺ ഒരു ഭീഷണിയാണ്. 106 ആദ്യത്തെ മത്സരത്തിൽ, രണ്ടാമത്തെ കളിയിൽ ഡക്ക്, അതിന് മുമ്പുള്ള മത്സരത്തിൽ 2, ഇന്ന് 2. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പുള്ള വീഡിയോ പറഞ്ഞതുപോലെ വർഷത്തിൽ ഒരു 200 അടിക്കും, വർഷത്തിൽ ഒരു 100 അടിക്കും. അത് കഴിഞ്ഞ പുള്ളി പിന്നെ അനങ്ങത്തില്ല. അത്രയൊക്കെ പറ്റും. നമ്മളെ കൊണ്ട് ഈ 30, 20, 50 റൺസ് ഒന്നും പറ്റത്തില്ല. ഒറ്റ ആ കളിയിൽ വന്ന് 100 എടുക്കും, പിന്നെ നമ്മൾ കളിക്കും. പിന്നെ നമ്മൾ ഇനി അടുത്ത സീസണിൽ നമ്മളെ വേറെ ഏതെങ്കിലും ടീം ഇപ്പം ഈ ഒരു പെർഫോമൻസ് കാഴ്ച നോക്കുമ്പോൾ ഇപ്പൊ ഇവർക്ക് തന്നെ സംശയം വരുമല്ലോ ടീം വെക്കണോ ഇല്ലയോ എന്ന്.